സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ട്രോളറിൻ്റെ ഈ ചാനലിലെ മറ്റൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടിയെക്കുട്ടനെ കണ്ടുപിടിച്ചായിരുന്നു. ഇതായിരിക്കുന്നു. യോ ഹബീബി, ലുക്ക് അറ്റ് മീ. എന്തിനാണ് വെച്ചാൽ ഇവനെ എനിക്കൊരു പേരിടണമെന്നുണ്ട്, പക്ഷെ പേരിടാൻ പേരൊന്നുമില്ല. ഇവനെ വെച്ചൊരു പേര് ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ആൻഡ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാനിങ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഫ്രഷായിട്ട് ഞാൻ ഇന്ന് മൈനിങ്ങിന് പോകാൻ പോവുകയാണ്. ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്ര ഫ്രഷായിട്ട് എൻ്റെ മൈനിങ്ങിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ലെതർ. ഓക്കെ ഓക്കെ ആവശ്യമില്ലാത്ത കഥ പോട്ടെ. എൻ്റെ ഒരു ടോർച്ച് ഇല്ല, അതാണ് സംഭവം. സോ ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ ഞാൻ എത്തി ബോറടിപ്പിക്കുന്നില്ല. ടോർച്ചും കൂടെ ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊത്തത്തിൽ 20 ടോർച്ച് കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെ മതി ഇന്നത്തേക്കുള്ള മൈനിങ്ങിന്. അപ്പോൾ നമ്മൾ മൈനിങ്ങിന് പോവുകയാണ്. മൈനിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ എത്തിയുള്ളൂ, ബാക്കിയൊക്കെ നോക്കാം. സോ ഞാൻ മൈനിങ് വേറെ രീതിയിൽ ചെയ്താൽ ലൈക്ക് ദിസ്. ഇതൊന്നും നോക്കണേ, ദയവായിട്ട്. വാട്ട് ഈസ് ദാറ്റ്? മിക്കവാറും ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ഷോർട്ടായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇത്രയൊക്കെ മൈൻഡ് ചെയ്ത് ഇവിടെ എന്തോ കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചാണ് മൈൻഡ് ചെയ്തത്. പക്ഷേ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. ഇതിന് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സ്റ്റോർ റൂം ആക്കിക്കൂടാ? എന്തുകൊണ്ട് എനിക്ക് ഇനി എൻ്റെ സ്റ്റോർ റൂം ആക്കിക്കൂടാ? ലൈക്ക് കുറേ ചെസ്റ്റൊക്കെ അടുക്കി വെച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോർ റൂം. അതാണ് സ്റ്റോർ റൂം, അതെനിക്ക് അറിയാം. എങ്കിലും ഒരു സ്റ്റോർ റൂം അതൊരു നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നുന്നു. സോ എനിക്കിത് ഒന്നും കൂടെ പൊക്കണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കൃഷി എന്തായാലും നോക്കണം. കൃഷി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഫാമും കൂടെ തുടങ്ങാമായിരുന്നു. ഞാൻ സംടൈംസ് എനിക്കിപ്പോൾ എന്താണെന്ന് പറയുന്നത് കേട്ടോ, ഞാൻ ഇവിടെ എന്തോ കാണിച്ചു വെച്ചു. മിക്കവാറും അടുത്തൊരു എപ്പിസോഡിൽ ഞാനൊരു മെഗാ ഫാമില്ല, ഒരു മെയിൻ ഫാമുമായിട്ടായിരിക്കും വരുന്നത്. ഇനി എനിക്ക് ഈ സൈഡും കൂടെ ഒന്ന് വിസ്തരിക്കാം, പക്ഷേ അതിനും എനിക്ക് എൻ്റെ കൃഷി എന്തായെന്ന് നോക്കാം.
അയ്യോ, രാത്രിയായ കാര്യം ഞാൻ അറിഞ്ഞില്ല. അയ്യോ എൻ്റെ അമ്മ പോയ. ക്രീപ്പറായിരുന്നു. എന്തായാലും ക്രീപ്പർ ഭയങ്കര നല്ല മനസ്കന ഒരു സൈഡ് തന്നിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഈ ക്രീപ്പറിൻ്റെ ജീവിതമൊക്കെ എന്ത് ദുരിതമാണ്. എനിക്കിനതേ വല്ലയിടത്ത് ചെന്ന് പൊട്ടിത്തെറിക്കാൻ മാത്രം. പാവം ക്രീപ്പർ. ഇത് മറ്റേ സാധനം തേനീച്ചയുടെ പതിയെ പതിയെ പിടിക്കുന്നു. നമുക്ക് എന്തായാലും ഇനിയും കുറേ സമയം എടുക്കണ്ട. ആ ഐലൻഡിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വന്നാൽ അത് പോവാം. ഗുഡ് ബൈ. നീയും വരുന്നുണ്ടോ എൻ്റെ കൂടെ അപ്പുറത്തെ ഐലൻഡിൽ? പോവാം. എന്തായാലും ഇവിടെ കയറി ഇരുന്നിട്ടും പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ബ്രോ. തടിയെടുക്കുക. ഇനി ക്രാഫ്റ്റ് ബോട്ട്. ബാ. ഹായ് തേനീച്ച തേന്ന് വരുന്നു. ഹായ് ബ്രോ, വാട്സാപ്പ്. ഇനി എങ്ങനെ ഇവനെ എൻ്റെ അകത്തോട്ട് കയറ്റും? Yeah, good boy, bro. ഓക്കെ, അവൻ പുറകെ തന്നെ ഇരിപ്പുണ്ട്. ആൻഡ് ബോട്ടിൻ്റെ കൺട്രോൾസ് എങ്ങനെയായിരുന്നു? ഓക്കെ, ഇങ്ങനെ അവൻ ബാക്കിൽ നിന്ന് കാര്യമായിട്ട് കുരയ്ക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയുന്നത്. അല്ല, എനിക്ക് ഇവിടെ ഒരു ഫാം തുടങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ. നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. സോ നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ചെയ്യേണ്ടത് കുറച്ച് മോൺസ്റ്റർ പ്രൂഫ് ആക്കണം. ഐ മീൻ മോബ് പ്രൂഫ്. നീ ഇങ്ങനെ നോക്കണ്ട, അവിടെ ഇരി. സീറ്റ്. ഇതൊരു ചെറിയ ഐലൻഡും കൂടെ എനിക്ക് മോൺസ്റ്റർ പ്രൂഫ് ആക്കാം. അതെ, മോൺസ്റ്റർ പ്രൂഫ് ആക്കാനുള്ളതായിട്ട്. എടാ, എനിക്കിവിടെ പോണ്ട് കൊടുക്കാം. എക്സാക്ട്ലി നൈസ് പ്ലേസ്. സോ ഞാൻ തിരിച്ചെൻ്റെ ഐലൻഡിലെത്തി. ഉടനെ തന്നെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. Come on, bro. We have to go. It's night time.
ഇങ്ങനെ വെള്ളത്തിലധികം നേരം ഇടുന്നത് സേഫ് അല്ല. വാ കയറ് കേട്ടോ. എന്താ ഇങ്ങോട്ട് ഇവിടെ അടി. അകത്തോട്ട്. ഗുഡ് ബൈ. ഓക്കെ, അപ്പോൾ ഞാനും ഇനി ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.